KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ സവാദ് വീണ്ടും അറസ്റ്റിൽ. ഷവാദ് ഈ കാവറക്കിയല്ലേ 2023 ഒരു പെങ്കൊച്ചിനൊക്കെ ആരെ പിടിച്ച് അത് വലിയ പ്രശ്നമായി അവനെ അറസ്റ്റ് ചെയ്തത്. മലപ്പുറത്തേക്കുള്ള KSRTC ബസ്സിൽ വെച്ചായിരുന്നു സവാദ് ലൈംഗിക അതിക്രമം നടത്തിയത്. 2023 സവാദ് സമാനമായ കേസിൽ അറസ്റ്റിലായിരുന്നു. അവൻ 2ാം വാർഷികം ആഘോഷിച്ചാണ് കേട്ടാ. യവനെ സ്വീകരിച്ച് മാലയിട്ട് ആനയിച്ച ഒരു ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നില്ല, എവിടെ? എടാ ഇങ്ങനൊക്കെ അവന് KSRTCയിൽ മാത്രം പൊങ്ങുന്ന ഈ മാതിരി മുതലുകളെയൊക്കെ താങ്ങുന്നതിന് പകരം എന്താ അവിടെ എറണാകുളത്ത് ഒരു പാവപ്പെട്ട പ്രവാസിയെ കൊണ്ട് അയാളുടെ ഒരു വശം തളർന്ന് അയാൾക്ക് അധ്വാനിക്കാൻ പറ്റാതെ വന്നപ്പോൾ അയാളുടെ സഹോദരങ്ങളാ എല്ലാവരും കൂടെ ചേർന്ന് അയാളെ എറണാകുളത്ത് കൊണ്ട് ഉപേക്ഷിച്ച് തൃശ്ശൂരിലുള്ള ഒരുത്തനെ അയാൾ വഴി കിടക്കുകയായിരുന്നു. ആ വാർത്ത നിൻ്റെയൊക്കെ അറിയായിരുന്ന? അങ്ങനെയുള്ളവന്മാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. സമൂഹത്തിൽ എന്തെങ്കിലും വിലയുള്ളവനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും സംസാരിക്കും. ഞങ്ങളെല്ലാവരും കൂടെ വലിയൊരു സപ്പോർട്ടുണ്ട്. അല്ലെങ്കിൽ നീയൊക്കെ ഒരു കാര്യം ചെയ്യും, അവന് വേണ്ടി ഇനി KSRTC ബസ്സിൽ ഒരു സംവരണ സീറ്റ് റെഡിയാക്കാൻ ഗണേശൻ ഒരു നിവേദനം എഴുതിക്കൊടു. പെട്ടെന്ന് ചെല്ല്, സ്ത്രീകളുടെ സീറ്റിന്റെ നടുക്കായിട്ട് ഛബാദ് ഛബാദ് നീ എല്ലാ KSRTC ബസ്സിലും കൊണ്ട് എഴുതി വെക്കാൻ പറ. അവനെ ഇങ്ങനെയല്ലേ നിങ്ങൾക്ക് ഇനി പിന്തുണയ്ക്കാൻ പറ്റുള്ളൂ. അന്ന് ഈ ഓപ്പൻ്റെ സോക്കേടിനെ കുറിച്ച് പറഞ്ഞതിന് ആ പെണ്ണിനെ എന്തൊക്കെയായിരുന്നു സമൂഹ മാധ്യമത്തെ ആക്ഷേപിക്കാനും. അപ്പോൾ ഇവിടെ ആണുങ്ങൾക്ക് വേണ്ടി ചോദിക്കാറില്ല, ഇങ്ങനെയുള്ള ആണുങ്ങൾക്ക് വേണ്ടിയാണോ അതിയൊക്കെ ചോദിക്കാൻ നടക്കണത്? യവനൊക്കെ ആണായിട്ട് ആര് കൂട്ടിയേക്കണത്? യവന് ജയിലിലെ മട്ടൻ കറി നല്ല ഇഷ്ടപ്പെട്ടു കേട്ടാ. യവന് കൊഴുപ്പ് മട്ടനെല്ലാം കൂടെ അടിച്ച് കയറ്റി അവന് കൊഴുപ്പിളകുമ്പോൾ നേരെ KSRTC ബസ്സിനകത്തോട്ട് കയറിയിരിക്കും. അവിടെ ചെല്ലുമ്പോഴേ പൊങ്ങും. എങ്ങനെ എൻ്റെ പൊന്നു മക്കളെ ഇതൊക്കെ പറയാതിരിക്കണം എങ്ങനെ? ഇപ്പോൾ ചെന്ന് എൻ്റെ പ്രഷർ നോക്കിയാൽ ഒരു 190 200 വരും കേട്ടാ. എന്ന് വെച്ചാൽ ഇത് ആദ്യം ചെയ്ത് പിടിക്കണമെങ്കിൽ നമുക്ക് ഇത്രയും കുഴപ്പമില്ല. ഒരു തെറ്റ് ചെയ്തവൻ അതിന് ശിക്ഷ അനുഭവിച്ചിട്ട് വീണ്ടും അമ്മാതിരി തെറ്റ് തന്നെ ചെയ്യണമെങ്കിൽ അവൻ അനുഭവിച്ച ശിക്ഷ എന്തരാണ്? അവിടെ കൊണ്ടുവന്ന് സുഖചികിത്സ തലോടൽ അവന് സുഖവാസമായിരുന്നല്ലേ അതിൻ്റെ അർത്ഥം. എന്നാൽ പെങ്കൊച്ച് പരാതി പറഞ്ഞപ്പോൾ എവിടെ വസ്ത്രം ശരിയല്ല, എവളുടെ വസ്ത്രധാരണം ശരിയല്ല. യവൻ്റെ തള്ള അങ്ങനെ അവത്തെ വസ്ത്രം ഇട്ടുകൊണ്ട് KSRTC ബസ്സിൽ കയറിയിരുന്ന അവൻ ചെന്ന് പിടിക്കുക. യവൻ്റെ സ്ഥിരം ജോലി ഇതായിരിക്കും. ആരെങ്കിലുമൊക്കെ എത്ര പേര് ഇതൊക്കെ പുറത്ത് പറയും? കുറേ പെമ്പിള്ളേരാണെങ്കിൽ ഒന്ന് പോട്ടെ ആരുടെയും പറഞ്ഞ് എനിക്ക് നാണക്കേട് എന്ന് എതി മിണ്ടായിരിക്കും. എത്ര പേര് കേസ് കൊടുക്കാനൊക്കെ ഇതിനു വേണ്ടി മെനക്കെട്ടിറങ്ങും. അപ്പോൾ കംപ്ലൈൻറ്റ് കൊടുത്തത് കൊണ്ട് ഇതിപ്പോൾ ലോകം അറിഞ്ഞു. ഇതിൽ പൊതുജനങ്ങൾക്ക് ഒരു കൈയുണ്ട്. ആ മെൻസ് അസോസിയേഷൻ പോലെ തന്നെ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് വരണവരാണല്ലോ അവരെല്ലാവരും. അപ്പോൾ യവൻ ഇത്രയും വലിയൊരു തെമ്മാടിത്തരം കാണിച്ചപ്പോൾ യവനെ കുറേ ആളുകൾ ന്യായീകരിക്കുന്നു. അപ്പോൾ യവൻ എന്തൊരു വിചാരിച്ചാൽ ഇനി ഈ കന്നത്തിരിവ് കാണിക്കാം, ആളുകളെല്ലാം പെണ്ണുങ്ങളെല്ലാം കുറ്റം പറയും. ഇമ്മാതിരി ഇല്ലായ്മ കാണിക്കണവനെയൊക്കെ ഇങ്ങനെ പിന്താങ്ങി നടന്ന എന്തരായിരിക്കും ഇനി ഗതി? കണ്ടില്ലേ, യവനിപ്പോൾ വീണ്ടും അത് തന്നെ കാണിക്കണം. കണ്ട ഇനി ഈ കേസ് വരുമ്പോൾ അവന് എന്തെങ്കിലും മാനസിക രോഗമാണ്, അവനല്ലല്ലോ പ്രശ്നം ഉണ്ടാക്കുന്ന, അതല്ലേ പ്രശ്നം ഉണ്ടാക്കണത് എന്ന് വരെ ന്യായീകരിക്കാൻ ആളുകൾ വരും. ഉള്ളത് തന്നെ. ഒരാളെ സമൂഹത്തിന് ഒരു തരത്തിലും സഹിക്കാൻ പറ്റാതെ വരുന്നത് ഇവരുടെ ഏത് ഭാഗം കൊണ്ടാണോ ഇങ്ങനെയുള്ള കാണിക്കണമാരുടെ കാര്യമാണ് പറയണത്. ആ ഭാഗം അങ്ങ് ചെത്തുക എന്നുള്ളതല്ലാതെ ഇതിന് യാതൊരു പരിഹാരവും ഇല്ല. ഇനിയിപ്പോൾ കേസ് എടുക്കുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കാണിക്ക്, എനിക്ക് വികാരത്തിൽ കൂടുതലാണ്, അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊരു സർട്ടിഫിക്കറ്റ് അങ്ങ് ഹാജരാക്കിയാൽ മതി. അങ്ങനെ രക്ഷപ്പെടും. അവനെ ഇനി സ്റ്റേഷനിലോട്ട് ആനയിച്ചുകൊണ്ട് പൂമാലയും ബൊക്കെ ചന്ദൻ തിരിയൊന്നും പോയിച്ച് പോണില്ലേ? അപ്പോൾ വർഷം KSRTCക്ക് പരസ്യം ചെയ്ത് കൊടുക്കണം. എൻ്റെ പുറത്തിറങ്ങുമ്പോൾ മാത്രം ഇങ്ങനെ വികാരം ഉണ്ടാക്കി പൊക്കണവനെയൊക്കെ ഉണ്ടല്ലോ, വീട്ടിനകത്ത് ഒന്നുമില്ലെങ്കിൽ അടച്ച് പൂട്ടിയിടണം. യവൻ്റെയൊക്കെ നാട്ടുകാരാരാണോ വീട്ടുകാരാരാണോ എങ്ങനെയും മുതലിനെയൊക്കെ സഹിക്കണപ്പോൾ എന്തൊരു കാണിച്ചാലും അതിനെ ന്യായീകരിക്കാൻ കുറേ ആണും പെണ്ണും ഒരുമ്പേട്ട് ഇറങ്ങിക്കോളും. ഇവനെ അവർ അവാർഡ് കൊടുക്ക്. വർഷം മുടങ്ങാതെ അവനിങ്ങനെ ഒരു ധീരമായിട്ടുള്ള പ്രവൃത്തി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അവന് ഒരു അവാർഡ് കൂടെ കൊടു. ഒരു കാരണവശാലും ഇമാതിരി തോന്യാസങ്ങൾ പൊതുസ്ഥലങ്ങളിൽ കാണിക്കണവന്മാർക്ക് ഒരു രീതിയിലും ബഹുമാനപ്പെട്ട കോടതിയോട് അതേ പറയാനുള്ളൂ, യവന്മാർക്ക് കൊടുക്കരുത്. എന്തരൊക്കെ യവന് വേണ്ടി വരണ വക്കീൽ പറഞ്ഞാലും യവനൊന്നും ജാമ്യം കൊടുക്കരുത്. യവന് നാണക്കേടില്ല, മനസ്സിലായില്ലേ? നാണോ മാനോ ഉള്ളവനല്ലേ അതിന് കേട് വരുള്ളൂ. ഇതിനൊക്കെ അനുഭവിക്കുന്ന ഇരയാവണ പെണ്ണുങ്ങൾക്കൊണ്ടല്ല, പെൺപിള്ളേർക്ക് കുറേ നാളത്തേക്ക് അത് മനസ്സിന് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ ജീവിതത്തെ അവരുടെ പഠിക്കുന്ന പിള്ളേരാണ്, അത് ജോലിക്ക് പോകണതാണെങ്കിൽ അങ്ങനെ, വീട്ടിൽ ജീവിക്കണതാണെങ്കിൽ അങ്ങനെ.
അവ ഏതൊക്കെ രീതി അത് ബാധിക്കും? അതിനാര് മറുപടി പറയും? അതിനാര് പരിഹാരം ഉണ്ടാക്കും? വേറെ ഏതെങ്കിലും ഒരു നാട്ടിൽ അവനെ പോലെയുള്ളവൻ പിന്നെ വീണ്ടും കിടന്ന് ഇങ്ങനെ അഴിഞ്ഞാടും? ഒന്ന് അന്വേഷിച്ച് നോക്കിയ എവിടെങ്കിലും ഏതെങ്കിലും രാജ്യത്ത് നടക്കണ കാര്യമാണ് ഇത്. ഇനി റോട്ടിൽ ഇറങ്ങുമ്പോഴേ അവനിത് പൊക്കമുള്ളെങ്കിൽ യവൻ ഒറ്റയ്ക്ക് ഒരു കാറാ എന്തെങ്കിലും എടുത്ത് യവൻ റോഡിലോട്ട് ഇറങ്ങണം. അതിന് മെൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ യവനൊരു സ്വകാര്യ വാഹനം റെഡിയാക്കിക്കൊടു. എന്നിട്ട് അവൻ അതിനകത്തിരുന്ന് എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. യവൻ ഇനി ജയിലിൽ കയറിയാൽ ഇതിൽ നിന്ന് പുറത്ത് ഇറങ്ങരുത്, അത് മാത്രമേ ഉള്ളൂ. ഇല്ല ഇവൻ വീണ്ടും ഇറങ്ങിയ, അതായത് ഇവൻ മൂന്നാമത് ഇത് ചെയ്യാൻ തയ്യാറായ യവന് ഫാൻസ് അസോസിയേഷൻ ഇവിടെ വരും. യവനെ മാതൃകയാക്കി യവന്റെ പാത പിന്തുടരാൻ ഇവിടെ ആളുകൾ വരും. ആ രീതിയിലാണ് ഇവിടെ കിടക്കുന്ന സമൂഹം. അതുകൊണ്ട് എന്തെങ്കിലും ബഹുമാനപ്പെട്ട കോടതി മുൻകൈ എടുത്ത് യവനെ പോലുള്ളവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം. അത്ര പറയാനുള്ളൂ.